So hi, welcome to Unacademy. Also Unacademy PSC aspirants വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ഏറ്റവും പുതിയ ചാനലാണ് ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ്. സോ നമുക്ക് ഏവർക്കും അറിവുള്ള കാര്യമാണ് അൺഅക്കാഡമി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. സോ അൺഅക്കാഡമിയുടെ ഏറ്റവും പുതിയ PSC ചാനൽ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ്. അൺഅക്കാഡമിയിലെ എല്ലാ അക്കാഡമിക് കണ്ടന്റ്സും ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി എല്ലാ ആസ്പിറൻസും ഒരു അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുക. സോ ദെൻ ഇന്ന് ഈ കോഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന എന്നെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആണ്. സോ എൻ്റെ പേര് അരുൺ ശിവരാമൻ. ഓക്കെ, ഞാനൊരു കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ് ആണ്. സോ 3 വർഷത്തിലധികമായി SSC, UPSC അതുപോലെ തന്നെ PSC ആസ്പിറൻസിനെല്ലാം ഡിഫറെൻറ്റ് സബ്ജക്റ്റിൽ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. സോ എൻ്റെ കോർ സബ്ജക്ട്സ് എന്ന് പറയുന്നത് പോളിറ്റി, ഇന്ത്യൻ ഹിസ്റ്ററി, ജോഗ്രഫി, ഓക്കെ, ഓൾസോ കേരള ഹിസ്റ്ററി. സോ ദെൻ അൺഅക്കാഡമി സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ എന്ത് ബെനിഫിറ്റ് ആണ് അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഒരു ആസ്പിറൻറ്റിന് ലഭിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഫസ്റ്റ് ഈസ് ഡെയിലി ലൈവ് ക്ലാസ്സസ്. ഓക്കെ, എല്ലാ ദിവസവും ഒരു ആസ്പിറൻറ്റിന് ലൈവ് ക്ലാസ് കിട്ടുന്നുണ്ട്. സോ നമ്മൾ ഇതുപോലൊരു കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിൽ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാനും ഒരു കൺവെൻഷണൽ ക്ലാസ് റൂം അറ്റൻഡ് ചെയ്യാനും ഒന്നും സാധ്യമല്ല. സോ നിങ്ങൾക്ക് അതേ എൻവിറോൺമെൻറ്റ് തന്നെ അൺഅക്കാഡമി പ്ലസ് നിങ്ങൾക്ക് സിമുലേറ്റ് ചെയ്ത് തരുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേറ്ററുമായിട്ട് എൻഗേജ് ചെയ്യാം, ഡൗട്ട്സ് ചോദിക്കാം, കൺസെപ്റ്റ് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, സോ അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഒരു പ്രോപ്പർ ക്ലാസ് റൂം എൻവിറോൺമെൻറ്റ് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്ലസ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ദെൻ സ്ട്രക്ചേർഡ് കോഴ്സസ്. ഓക്കെ, നമ്മൾ ഏതൊരു എക്സാമിന് പഠിക്കുന്ന സമയത്തും ഒരു ആസ്പിറൻറ്റ് നേരിടുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് പഠിക്കണമെന്ന് അറിയില്ല, എന്തെല്ലാം പഠിക്കണം എന്നതിൽ അറിയില്ല. ഓക്കെ, ഓൾസോ എത്ര ഡെപ്തിൽ പോകണം, അങ്ങനെയൊക്കെ പൊതുവെ ഒരു എക്സാമിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ച് തന്നെ അല്ലെങ്കിൽ സ്ട്രാറ്റജി എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ടോട്ടലി അൺഅവെയർ ആയിരിക്കും. സോ അങ്ങനെയുള്ള ആസ്പിറൻസിന് വളരെ ഹെൽപ്ഫുൾ ആണ് അൺഅക്കാഡമി പ്ലസ് എന്ന് പറയുന്നത്. കാരണം അൺഅക്കാഡമി പ്ലസ്സിൽ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആയി സ്ട്രക്ചർ ചെയ്ത് തന്നെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതായത് പ്രോപ്പർ സിലബസ് അനാലിസിസ് മുതൽ സ്ട്രാറ്റജി ഫോർമേഷൻ, ദെൻ നിങ്ങളുടെ റിവിഷൻ, നിങ്ങൾക്ക് വേണ്ട ഡെലിവറബിൾസ് തരിക, അക്കാഡമിക് ഡെലിവറബിൾസ് തരിക, ദെൻ എന്താണ് നിങ്ങളുടെ കറണ്ട് അഫെയർസ് മൊഡ്യൂൾസ് ഹാൻഡിൽ ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ നടത്തുക, ഓക്കെ, ഫൈനൽ എക്സാം മോക്ക് ടെസ്റ്റ് നടത്തുക. സോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അൺഅക്കാഡമി പ്ലസ്സിൽ അവൈലബിൾ ആയിരിക്കും. ദെൻ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആണ് നമുക്ക് ധാരാളം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള അവസരം അൺഅക്കാഡമി പ്ലസ്സിലുണ്ട്. നമ്മൾ എത്ര കണ്ട് പ്രിപ്പയർ ചെയ്താലും നമ്മൾ പ്രോപ്പറായ എക്സാംസ് എടുത്തില്ല എങ്കിൽ, മോക്ക് ടെസ്റ്റുകൾ ധാരാളം എടുത്തില്ല എങ്കിൽ ഒരുപക്ഷെ എക്സാം ഹാളിൽ പോകുന്ന സമയത്തായിരിക്കും നമ്മൾ പഠിച്ചതൊന്നും നമുക്ക് ഉപയോഗത്തിൽ വരാതെ ആയിപ്പോവും. നമ്മളുടെ ടൈം മാനേജ്മെൻറ്റ് തെറ്റും, നമ്മളുടെ സ്ട്രാറ്റജി പാളിൽ പോവും. സോ അതിന് ഒരു പരിഹാരമാണ് അൺഅക്കാഡമി പ്ലസ് എന്ന് പറയുന്നത്. സോ ഓക്കെ, സോ എല്ലാവരും അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുവഴി ധാരാളം മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. നിങ്ങളുടെ MCQ സോൾവിങ് സ്കിൽസ് എല്ലാം നിങ്ങൾക്ക് കുറച്ചുകൂടെ സുപ്പീരിയർ ആയിട്ട് വയ്ക്കാൻ പറ്റും. ഓക്കെ, ആ ഏരിയയൊക്കെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്ത് എടുക്കാൻ സാധിക്കും. ദെൻ അൺലിമിറ്റഡ് ആക്സസ്. ഓക്കെ, നമുക്ക് ഒറ്റ അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രിപ്ഷനിലൂടെ ഇഷ്ടംപോലെ ഡിവൈസുകളിൽ ഇരുന്നുകൊണ്ട് കണ്ടന്റ് ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ അൺഅക്കാഡമി എന്ന് പറയുന്ന ഒരു IP ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല. നിങ്ങൾക്ക് ഏത് ഡിവൈസിൽ നിന്നും നിങ്ങളുടെ സൗകര്യാർത്ഥം തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. സോ ദെൻ നിങ്ങൾക്ക് മുമ്പിൽ കാണുന്ന സ്ക്രീനിലുള്ളത് അൺഅക്കാഡമിയുടെ ഡിഫറെൻറ്റ് ലൈവ് ക്ലാസ്സസിൻ്റെ ഒരു ടെംപ്ലേറ്റ് ആണ്. നിങ്ങൾക്കതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. മോഡൽ എക്സാംസിന് വേണ്ടിയിട്ടൊരു ഫാക്കൽറ്റി കാണും, ഓൾസോ സ്ട്രാറ്റജിക്ക് വേണ്ടി മറ്റൊരു ഫാക്കൽറ്റി, റിപ്പീറ്റഡ് MCQs ഡിസ്കസ് ചെയ്യാൻ ഒരു ഫാക്കൽറ്റി. സോ ഒരു എക്സാമിനെ ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഓരോ പോർഷനും ഓരോ മൊഡ്യൂളിനും തന്നെ ഡിഫറെൻറ്റ് ഫാക്കൽറ്റീസിനെ അൺഅക്കാഡമി പ്ലസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തരുന്നതിലധികം ഫാക്കൽറ്റീസും ഓൾസോ ഡെലിവറബിൾസും നിങ്ങൾക്ക് അൺഅക്കാഡമി പ്ലസ്സിൽ അവൈലബിൾ ആണ്. സോ നമ്മുടെ കേരള PSCയിലെ ലീഡിംഗ് എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ഡാഷ്ബോർഡാണ് ഇപ്പം നിങ്ങൾക്ക് മുന്നിലുള്ളത്. സോ ഇതിൽ പലരുടെയും ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു കാണും. ഓക്കെ, നിങ്ങളുടെ ഫേവറേറ്റ് ആയ എഡ്യൂക്കേറ്റേഴ്സ് ഇതിലുണ്ടാവും. സോ ഇവരുടെ എല്ലാം കംപ്ലീറ്റ് കോഴ്സസ് ആൻഡ് കോംപ്രിഹെൻസീവ് കോഴ്സസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അൺഅക്കാഡമി പ്ലസ്സിൽ ഇവരുടെ കംപ്ലീറ്റ് കണ്ടന്റും അവൈലബിൾ ആണ്. ഓൾസോ ഇവർ റീസെൻ്റ് ആയിട്ട് ആഡ് ചെയ്യുന്ന കണ്ടന്റ്സും ഉണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് എഡ്യൂക്കേറ്ററിനെ ഫോളോ ചെയ്യാം. അദ്ദേഹത്തിൻ്റെ പുതിയ ടിപ്സ്, ട്രിക്സ്, അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി വീഡിയോസ്, പുതിയ അക്കാഡമിക് കണ്ടന്റ്സ് എല്ലാം നിങ്ങൾക്ക് അൺഅക്കാഡമി പ്ലസ് പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും ഇഫ് യു ആർ എ പ്ലസ് സബ്സ്ക്രൈബർ. സോ ദെൻ അൺഅക്കാഡമി സ്റ്റാർട്ട് ചെയ്ത ഡിഫറെൻറ്റ് ബാച്ചസിൻ്റെ ടെംപ്ലേറ്റ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ കാണുന്നത്. സോ വെൻ അവർ
ഒരു എക്സാം മുന്നിൽ നമുക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു 90 ഡേയ്സോ അല്ലെങ്കിൽ 60 ഡേയ്സിനകത്തൊക്കെ ഒരു എക്സാം വരുന്നുണ്ട്, ഒരു എക്സാം നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് എന്നെല്ലാമുള്ള ഒരു സാഹചര്യമാണെങ്കിൽ ഓക്കെ, അപ്പോൾ അതിന് മുന്നേ തന്നെ അൺഅക്കാഡമി ഒരു ഡെഡിക്കേറ്റഡ് ബാച്ചിനെ അനൗൺസ് ചെയ്യുന്നു. ഓക്കെ, ഒരു ഡെഡിക്കേറ്റഡ് ബാച്ച് എന്ന് പറഞ്ഞാൽ അതിലൊരു സെറ്റ് ഓഫ് ഫാക്കൽറ്റീസ് ഉണ്ടാവും, അവർ എക്സ്ക്ലൂസീവ്ലി ആ എക്സാമിന് മാത്രമായിട്ടായിരിക്കും പഠിപ്പിക്കുന്നുണ്ടാവും. ഓക്കെ, സോ നോർമൽ PSCക്ക് ക്ലാസ് എടുക്കുന്ന പോലെ അങ്ങനെ ജനറിക് ആയിട്ടുള്ള കുറച്ച് കണ്ടന്റ്സ് ഡെലിവർ ചെയ്ത് പോവുകയല്ല, എക്സ്ക്ലൂസീവ്ലി ആ എക്സാം എന്താണോ, ആ എക്സാം എന്താവശ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് നോക്കി കൃത്യമായി അത് നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അൺഅക്കാഡമി ഡിഫറെൻറ്റ് ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്തത്. സോ നിങ്ങൾ പ്ലസിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം, SI ബാച്ച്, CBCID ബാച്ചസ്, LDC ബാച്ച്, സോ അങ്ങനെ ഡിഫറെൻറ്റ് ബാച്ചസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദെൻ മറ്റ് അഡീഷണൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും അതുപോലെ തന്നെ ലാംഗ്വേജ്. പല ആസ്പിറൻസിനും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന 2 ഏരിയാസ് ആണിത്. പ്രത്യേകിച്ച് കോൺസെക്ഷനെല്ലാം നോൺ മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആസ്പിറൻസിനെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. ബട്ട് ഇത് തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സെഗ്മെൻ്റ് ആണ്. പക്ഷെ നമുക്ക് മുഴുവൻ മാർക്കും നമുക്ക് ഫെച്ച് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സെഗ്മെൻ്റ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, GK ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത്. സോ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് വേണ്ടിയിട്ട് അൺഅക്കാഡമി പ്ലസിൽ 160-ലധികം കോഴ്സസ് നിങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ബാങ്ക് PO എക്സാംസ്, അതുപോലെ തന്നെ SSC എക്സാംസ്, ദെൻ UPSC, ഓൾസോ മറ്റ് നാഷണൽ ലെവലിലുള്ള എക്സാംസിന് എല്ലാം വേണ്ടി കമ്പനി ബോർഡ് എക്സാംസ്, റെയിൽവേ ബോർഡ് എക്സാംസ്, സോ അതിനെല്ലാം വേണ്ടിയിട്ട് ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്ന ഏറ്റവും മികച്ച ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഫാക്കൽറ്റീസ് ചെയ്ത 160-ലധികം കോഴ്സസ് ഉണ്ട്. സോ നിങ്ങൾക്കത് പ്ലസിൽ ഇരുന്നുകൊണ്ട് ആക്സസ് ചെയ്യാം. അത് തന്നെയാണ് ലാംഗ്വേജിൻ്റെ കാര്യത്തിലും വരുന്നത്. ഓക്കെ, ലാംഗ്വേജ് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതിൻ്റെ യൂസേജ്, ഗ്രാമർ, കോംപ്രിഹെൻഷൻ, ഓക്കെ, അതൊക്കെ ചിലർക്ക് അറിയുമായിരിക്കും. ബട്ട് എന്നാലും MCQ സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ധാരാളം തെറ്റുകൾ വരുത്താനും നമ്മളുടെ മാർക്ക് ലൂസ് ചെയ്യാനും ലിസ്റ്റിൽ ഇടം പിടിക്കാതിരിക്കാനും എല്ലാം കാരണമാകുന്ന ഒരു ഏരിയ ആണ് ലാംഗ്വേജ്. സോ ലാംഗ്വേജിലും 160-ലധികം കോഴ്സസ് പ്ലസ് പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. നിങ്ങളൊരു പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് അതെല്ലാം ആക്സസ് ചെയ്യാൻ സാധിക്കും. ദെൻ മറ്റ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ലാംഗ്വേജ് ബാരിയർ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം അൺഅക്കാഡമിക് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഒരിക്കലും ഫേസ് ചെയ്യുന്നില്ല. പലപ്പോഴും പല ഓൺലൈൻ ലീഡിംഗ് പ്ലാറ്റ്ഫോംസും ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിലായിരിക്കും അവരുടെ കണ്ടന്റ് ഡെലിവർ ചെയ്യുക. ബട്ട് അൺഅക്കാഡമിയിൽ നിങ്ങളുടെ റീജിയണൽ ലാംഗ്വേജ് ഏതാണോ ഓക്കെ, ആ റീജിയണൽ ലാംഗ്വേജിൽ തന്നെ എഡ്യൂക്കേറ്റഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് വേണ്ടി ഡെലിവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതൊരു പക്ഷേ അൺഅക്കാഡമിയുടെ മാത്രം ഒരു എക്സ്ക്ലൂസീവ് ഫീച്ചർ ആയിരിക്കാം. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യുന്നതിനോ ക്ലാസ് ഫോളോ ചെയ്യുന്നതിനോ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും അൺഅക്കാഡമിയിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യില്ല. ഓക്കെ, ദെൻ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു ഷെഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഇതൊക്കെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഷെഡ്യൂൾ ഫിക്സ് ചെയ്യാം, കാരണം കണ്ടന്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കണ്ടന്റ്സ് ഡൗൺലോഡ് ചെയ്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും അൺഅക്കാഡമി കണ്ടന്റ്സ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ എഡ്യൂക്കേറ്ററുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം, ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ഓക്കെ, ലൈവ് പോൾസുകളിലെല്ലാം നമുക്ക് പങ്കെടുക്കാൻ സാധിക്കും. ദെൻ ഇത് അൺഅക്കാഡമിയുടെ എക്സാം അനാലിസിസിൻ്റെ ഒരു ഡാഷ്ബോർഡാണ്. ഓക്കെ, സോ വെനെവർ യു അറ്റൻഡ് ആൻ എക്സാം ഇൻ അൺഅക്കാഡമി പ്ലാറ്റ്ഫോം, ആ എക്സാമിന് ശേഷം നിങ്ങളുടെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് തന്നെ അൺഅക്കാഡമി പ്രൊവൈഡ് ചെയ്യും. നിങ്ങളൊരു 80 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്തെങ്കിൽ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, ഓക്കെ, എത്ര അൺഅറ്റൻഡഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എത്ര നിങ്ങളുടെ നെഗറ്റീവ് മാർക്കിംഗ് എത്രയുണ്ട്, നിങ്ങളുടെ കറക്റ്റ് ആൻസേഴ്സ് എത്ര ഉണ്ട്, ദെൻ നിങ്ങളുടെ റാങ്ക് എത്രയാണ്, നിങ്ങളുടെ പൊസിഷൻ എത്രയാണ്, ടോപ്പറുടെ പൊസിഷൻ എത്രയാണ്, ഓൾസോ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ കൺസ്യൂം ചെയ്ത ആവറേജ് ടൈം എത്രയാണ്. സോ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് അൺഅക്കാഡമി നിങ്ങൾക്ക് വേണ്ടി. ഫ്രണ്ട്സ്, ഒരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഒന്ന് റിസോൾവ് ചെയ്തിട്ട് നമുക്കിത് ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, ഫൈൻ. സോ ഇഷ്യൂ റിസോൾവ് ചെയ്തു. സോ അങ്ങനെ ഒരു MCQ സെക്ഷൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു എക്സാം സെക്ഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളൊരു ഡീറ്റെയിൽഡ് അനാലിസിസ് തന്നെ തരും. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ ലെവൽ എവിടെയാണെന്ന് അളക്കാം. ഓക്കെ, എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് നിങ്ങൾ വീക്ക് ആയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. ഓൾസോ സ്റ്റഡി മെറ്റീരിയൽസ്, നമ്മൾ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പലപ്പോഴും കൺവെൻഷനലി നോട്ടെല്ലാം പ്രിപ്പയർ ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് ഓക്കെ അണ്ടർലൈൻ ചെയ്ത് നമ്മൾ ഒരുപാട് സമയം വെറുതെ കളയും.
ഓക്കെ. സോ അങ്ങനെ നമുക്ക് ഒരു ക്വാളിറ്റി ടൈം പഠിക്കാൻ നമുക്ക് പലപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല. സോ അതിൻ്റെ ഒരു പരിഹാരമാണ് അൺഅക്കാഡമി നിങ്ങൾക്ക് PDFs-ഉം PPTs-ഉം ആയിട്ട് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ കംപ്ലീറ്റ് നിങ്ങൾക്ക് ഡെലിവർ ചെയ്ത് തരുന്നുണ്ട്. സോ ജസ്റ്റ് വീഡിയോസ് കാണാം, ഓൾസോ മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ദെൻ അത് പ്രിൻ്റ് എടുക്കാം, നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. ഓക്കെ, എക്സാമിനൊക്കെ മുന്നേ എക്സാം ഹാളിലൊക്കെ കയറുന്നതിന് മുന്നേ നിങ്ങൾക്കൊരു ലാസ്റ്റ് റൗണ്ട് റിവിഷനൊക്കെ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ പറ്റുന്ന രീതിയിലാണ് സ്റ്റഡി മെറ്റീരിയൽസ് അൺഅക്കാഡമി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ അൺഅക്കാഡമിയുടെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സ്റ്റാർട്ടർ പ്ലാൻ 1 month മുതൽ 24 months, അതായത് 2 years വരെ നീണ്ടു നിൽക്കുന്ന പ്ലാൻസ് അൺഅക്കാഡമിയിൽ അവൈലബിൾ ആണ്. സോ എപ്പോഴും സീരിയസ് ആസ്പിറൻസ് വലിയ പ്ലാൻസ് എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്ലാൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പുതിയ കണ്ടന്റ് ആക്സസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ ഏറ്റവും റീസെൻ്റ് ആയിട്ട് വരുന്ന എക്സാമിൻ്റെ കണ്ടൻസും അതിൻ്റെ സ്ട്രാറ്റജിയും കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓൾസോ എപ്പോഴും വലിയ പാക്സ് എടുക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ മന്ത്ലി നിങ്ങൾ കൊടുക്കുന്ന പെർ മന്ത് കൊടുക്കുന്ന എമൗണ്ട് കുറവായിരിക്കും വലിയ പാക്കുകൾ എടുക്കുമ്പോൾ. ഓൾസോ കോളേജിൽ ഫൈനൽ ഇയർ പഠിക്കുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ ജസ്റ്റ് പാസ് ഔട്ട് ആയവർ അങ്ങനെയുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും 2 വർഷം വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന പാക്കേജസ് എടുക്കാം, അവർക്ക് വളരെ എക്കണോമിക്കലാണ്. സോ നമ്മുടെ സ്റ്റാർട്ടർ പാക്ക് 1 month 1260 rupees-ആണ് വരുന്നത്. ദെൻ 3 months പാക്ക് ഉണ്ട്. ഇപ്പോൾ ഒരു 90 days-നകത്ത് വരുന്ന ഒരു എക്സാം ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ 3 months പ്ലാൻ എടുക്കാം. ഓക്കെ, സോ പെർ മന്ത് 1050 rupees-ആണ് വരുന്നത്. സോ 3150 rupees-ആണ് 3 months സബ്സ്ക്രിപ്ഷൻ ചാർജസ്. ദെൻ 6 months പ്ലാൻ, ഒരു ഹാഫ് ഇയർ പ്ലാൻ ഉണ്ട്, 5040 rupees-ആണ് അതിന് വരുന്നത്. ദെൻ നമ്മളുടെ ആനുവൽ പ്ലാൻ, സോ 12 months, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന അൺഅക്കാഡമിയുടെ സബ്സ്ക്രിപ്ഷൻ പാക്കേജ് വെറും 6300 rupees മാത്രമേ വരുന്നുള്ളൂ. അതായത് പെർ മന്ത് നിങ്ങൾ വെറും 525 rupees മാത്രമേ അതിന് മാറ്റിവെക്കേണ്ട കാര്യമുള്ളൂ. ദെൻ 2 year പാക്കേജസ് ഉണ്ട്, 7560 rupees-ആണ്. ഓൾസോ നിങ്ങൾക്ക് ഈ പൈസയ്ക്കെല്ലാം ഈ നോ കോസ്റ്റ് EMI ഓപ്ഷൻ അവൈലബിൾ ആണ്. 6 months, 12 months ആൻഡ് 24 months. ഈ പാക്കേജസിന് നിങ്ങൾക്ക് ഒരു നോ കോസ്റ്റ് EMI ഓപ്ഷൻ അവൈലബിൾ ആണ്. ഓൾസോ എൻ്റെ സബ്സ്ക്രിപ്ഷൻ കോഡായ Arun0, ഈ സബ്സ്ക്രിപ്ഷൻ കോഡ് നിങ്ങൾ അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുന്ന അവസരത്തിൽ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ യു വിൽ അഗെയിൻ ഗെറ്റ് എ അഡീഷണൽ 10% ഓഫ്. സോ എല്ലാവരും പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുക. ഓൾസോ എൻ്റെ സബ്സ്ക്രിപ്ഷൻ കോഡായ Arun01 മറക്കാതെ എൻ്റർ ചെയ്യുക. ദെൻ കമ്മിങ് ബാക്ക് ടു അവർ ക്ലാസ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ്. അപ്പോൾ കേരള PSC-ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകൾ ഏതൊക്കെയാണ്, ദെൻ ആ പ്രൊവിഷൻസിനെ ഗവേൺ ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾസ് ഏതാണ് എന്ന കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിശോധിക്കുന്നത്. അപ്പോൾ ഏതൊരു എക്സാം ആണെങ്കിലും 1-2 question ഒക്കെ തീർച്ചയായിട്ടും നമ്മളുടെ പൊളിറ്റി സെക്ഷനിൽ ഈ പറയുന്ന ഒരു സുപ്രീം കോടതിന്ന് ചോദിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. പിന്നെ അതുമാത്രമല്ല അതൊരു കറണ്ട് അഫയേഴ്സ് കൂടെയാണ്. എപ്പോഴും നമുക്കറിയാം സുപ്രീം കോടതിയിലെല്ലാം വളരെ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ധാരാളം കേസസ് ഒക്കെ നടക്കും. ഇപ്പോൾ നമ്മളുടെ ആധാർ കേസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ശബരിമല കേസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് പ്രൈവസിക്ക് വേണ്ടി നടന്ന കേസുകളൊക്കെ ആയിക്കോട്ടെ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള നമ്മളുടെ അയോധ്യ ഡിസ്പ്യൂട്ട്, ടൈറ്റിൽ ഡിസ്പ്യൂട്ട് ആയിക്കോട്ടെ. സോ അതിനെല്ലാം ബന്ധപ്പെട്ട് കോടതി, നമ്മുടെ സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തീർച്ചയായിട്ടും PSC എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. സോ ഇത് കുറച്ച് റോ ഫാക്റ്റ് ആണ്. നമ്മളുടെ കോർട്ട് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് January 28, 1950 ആണ്. നമ്മളുടെ ബ്രിട്ടീഷ് എംപയറിലും തീർച്ചയായിട്ടും കോർട്ട് ഉണ്ടായിരുന്നു. അത് ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ ആണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ഫെഡറൽ കോർട്ടിന്റെ തുടർച്ച, ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യയുടെ തുടർച്ചയാണ് 1950 January 28 ഉദ്ഘാടനം ചെയ്യപ്പെട്ട നമ്മളുടെ സുപ്രീം കോടതി എന്ന് പറയുന്നത്. ദെൻ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? സോ 124 to 147. സോ ആർട്ടിക്കിൾസ് എല്ലാം ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് എന്നാലും ഒരു പക്ഷേ നമ്മൾ PSC ക്വസ്റ്റ്യൻ എല്ലാം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സുപ്രീം കോർട്ടിലെ എന്തെങ്കിലും ഒരു പ്രൊവിഷനുമായിട്ട് ബന്ധപ്പെട്ട് 4 ഓപ്ഷൻസ് വരും. സുപ്രീം കോർട്ടുമായി ബന്ധപ്പെട്ട് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഒരു 350 തരാം, അല്ലെങ്കിൽ 1110 തരാം, അല്ലെങ്കിൽ 32 തരാം, അല്ലെങ്കിൽ എന്നിട്ട് ഒരു 143 എന്നതും ഒരു ഓപ്ഷനിൽ കാണും.
അപ്പോൾ നമുക്ക് വ്യക്തമായ ധാരണയൊന്നുമില്ല ഈ ആർട്ടിക്കിൾസിനെ കുറിച്ചൊന്നും നമ്മൾ ബൈഹേർട്ട് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ഇതെല്ലാം അറ്റ് വൺസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം നമുക്ക് ഒരു ഫാക്ട് അറിയാം. കാരണം 124 മുതൽ 147 വരെയുള്ള ആർട്ടിക്കിൾസ് പറയുന്നത് സുപ്രീം കോർട്ടിനെ സംബന്ധിച്ചാണെന്ന് നമുക്കറിയാം. സോ ഒരു 24 മുതൽ 47 വരെ. ഓക്കെ, സോ ഒരു 23 ആർട്ടിക്കിൾസോളം ഉണ്ട്. 24 ആർട്ടിക്കിൾസ് വരും. ആ 24 ആർട്ടിക്കിൾസ് ആണ് ഈ പറഞ്ഞ സുപ്രീം കോർട്ടിനെ കുറിച്ച് പറയുന്നത്. സോ 143 എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ നമ്പറിനെ ഇടയ്ക്ക് കിടക്കുന്ന ഒരു സാധനമാണ്. സോ ഒബ്വിയസ് ആയിട്ട് 143 ആണ് ആൻസർ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് നോളേജ് ഇല്ലെങ്കിലും എഴുതാം. സോ അതിനുവേണ്ടി ഈ ഫാക്ട് ഒന്ന് മെമ്മറൈസ് ചെയ്ത് വയ്ക്കുക. 124 to 147 ആണ്. ദെൻ ഇതിനെക്കുറിച്ച് പറയുന്ന ഭാഗം, ഭരണഘടനയുടെ പാർട്ട് എന്ന് പറയുന്നത് പാർട്ട് 5. ഓക്കെ, സോ പാർട്ട് 5-ലാണ് സുപ്രീം കോർട്ടിനെ കുറിച്ചിട്ടുള്ള പരാമർശം അല്ലെങ്കിൽ സുപ്രീം കോർട്ടിനെ കുറിച്ചിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് ആർട്ടിക്കിൾസ് 124 to 147. ഓക്കെ, സോ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ദെൻ നമുക്ക് കുറച്ച് കേസസ് പഠിക്കാം. ഓക്കെ, സോ ഈ കേസസ് എന്താണ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഇപ്പോൾ PSCയുടെ ഒരു പാറ്റേൺ റീസെൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സബ്ജക്റ്റിൻ്റെ കുറച്ച് കൂടെ ഇൻഡെപ്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ എക്സാംസിന് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ജഡ്ജസ് കേസ്, സെക്കൻഡ് ജഡ്ജസ് കേസ്, തേർഡ് ജഡ്ജസ് കേസ്. സോ ഈ കേസ് ജനറൽ ആയിട്ട് എന്തിനെ കുറിച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റിനെ കുറിച്ചിട്ടുള്ള കേസസ് ആണ്. ഓക്കെ, ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വിവിധ കാലഘട്ടങ്ങളിൽ സുപ്രീം കോടതിയിൽ നടന്നിട്ടുള്ള കേസസ് ആണ്. അപ്പോൾ ഈ കേസസിന്റെ ഒക്കെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന കൊളീജിയം സിസ്റ്റം. അല്ല, നമുക്കറിയാം ഇന്ന് എങ്ങനെയാ ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുക. സുപ്രീം കോടതിയിലെ ജഡ്ജും മറ്റ് സീനിയർ ആയ 2 ജഡ്ജസും എല്ലാവരും കൂടിയിരുന്ന്, അല്ലെ, അതിനെയാണ് നമ്മളൊരു കൊളീജിയം എന്ന് പറയുക. അപ്പോൾ ആ കൊളീജിയം ഒരു യോഗം നടക്കും. അതിനുശേഷം അവരുടെ തെരഞ്ഞെടുപ്പ് എന്ത് ചെയ്യും? തീർച്ചയായിട്ടും നമ്മളുടെ ഗവൺമെന്റിനെ റെക്കമെൻഡ് ചെയ്യും. ദെൻ പ്രസിഡന്റ് എന്ത് ചെയ്യും? അവരെ അപ്പോയിന്റ് ചെയ്യും എന്നുള്ളതാണ് ഇന്നത്തെ കീഴ്വഴക്കം എന്ന് പറയുന്നത്. സോ അത് വന്നത് ഈ പറയുന്ന കേസസിലൂടെയാണ്. നമ്മളുടെ ഭരണഘടന ഒന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇൻ കൺസൾട്ടേഷൻ, ഓക്കെ, ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ജഡ്ജസ്. ഓക്കെ, ജഡ്ജസുമായി കൺസൾട്ട് ചെയ്ത് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുമെന്ന് മാത്രമാണ് ഭരണഘടന വേഗമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ബട്ട് സുപ്രീം കോടതി വിവിധ കേസുകളിലൂടെ ഒരു കൃത്യമായ കീഴ്വഴക്കം ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് ജഡ്ജസ് കേസ്. ഈ ഇയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ജഡ്ജസ് കേസ് 1982. ഓക്കെ, 1982 നടന്ന ഫസ്റ്റ് ജഡ്ജസ് കേസിൽ സുപ്രീം കോടതിയുടെ വിധി എന്താണെന്ന് പറഞ്ഞാൽ കോർട്ട് ഹെൽഡ് ദാറ്റ് കൺസൾട്ടേഷൻ ഡസ് നോട്ട് മീൻ കോൺകറൻസ് ആൻഡ് ഇറ്റ് ഓൺലി ഇംപ്ലൈസ് എക്സ്ചേഞ്ച് ഓഫ് വ്യൂസ്. നമ്മൾ പറഞ്ഞു ഭരണഘടന പറയുന്നത് എന്താണ്? ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ജഡ്ജസുമായിട്ട്, അല്ലെ, സുപ്രീം കോടതിയിലെ ഇന്നത്തെ സീനിയർ ജഡ്ജസോ അല്ലെങ്കിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസോ ഒക്കെ ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യാവുന്നതാണ് ഭരണഘടന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ കൺസൾട്ടേഷൻ മാത്രമാണ്. ഓക്കെ, കോൺകറൻസ് വേണ്ട. അതായത് കോൺകറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ രാഷ്ട്രപതി പറഞ്ഞ ഒരാളെ അല്ലെങ്കിൽ രാഷ്ട്രപതി അപ്പോയിന്റ് ചെയ്യാൻ തീരുമാനിച്ച ആളെ തന്നെ സുപ്രീം കോടതിയിലെ ജഡ്ജസ് സമ്മതിക്കുക, അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ജഡ്ജസ് സമ്മതിച്ച വ്യക്തിയെ തന്നെ രാഷ്ട്രപതി അപ്പോയിന്റ് ചെയ്യുക. അങ്ങനെയുള്ള സിറ്റുവേഷനാണ് നമ്മൾ കോൺകറൻസ് എന്ന് പറയുന്നത്. ഒരേപോലെ നമ്മൾ കോൺകറന്റ് ട്രയാങ്കിൾസ് എല്ലാം പഠിച്ചിട്ടില്ലേ? ഓക്കെ, അപ്പോൾ കോൺകറൻസ് ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അഭിപ്രായ ഐക്യം വേണം എന്ന് നിർബന്ധമില്ല എന്ന് ഫസ്റ്റ് ജഡ്ജസ് കേസിൽ സുപ്രീം കോടതി പറഞ്ഞു. പ്രസിഡന്റ് ജസ്റ്റ് കൺസൾട്ട് ചെയ്താൽ മതി. ദെൻ സെക്കൻഡ് ജഡ്ജസ് കേസ് നടക്കുന്ന 1993-ലാണ്. 1993-ൽ സുപ്രീം കോടതി ആ വിധിയെ മാറ്റിമറിക്കുകയാണ് ചെയ്തത്. റിവേഴ്സ്ഡ് ഇറ്റ്സ് ഏർലിയർ റൂളിംഗ് ആൻഡ് ചേഞ്ച് ദ മീനിങ് ഓഫ് വേർഡ് കൺസൾട്ടേഷൻ ടു കോൺകറൻസ്. അതായത് എന്താണ്? അഭിപ്രായ ഐക്യം വേണം. പ്രസിഡന്റ് റെക്കമെൻഡ് ചെയ്യുന്ന ആളും സുപ്രീം കോടതി ജഡ്ജസ് റെക്കമെൻഡ് ചെയ്യുന്ന ആളും ഒന്നായിരിക്കണമെന്ന് 1993-ലെ സെക്കൻഡ് ജഡ്ജസ് കേസസിലൂടെ വന്നു. So hence advice tendered by Chief Justice of India is binding on the President in matters of appointing judges on Supreme Court. അപ്പോൾ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് കൊടുക്കുന്ന, അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൊടുക്കുന്ന റെക്കമെൻഡേഷൻ പ്രസിഡന്റ് അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് എന്നത് ഒരു കീഴ്വഴക്കം. ആ കീഴ്വഴക്കം വന്നത് സെക്കൻഡ് ജഡ്ജസ് കേസ് 1993. ദെൻ തേർഡ് ജഡ്ജസ് കേസ് വരുന്നത് 1998-ലാണ്. ഓക്കെ, 1998-ൽ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കൺസൾട്ടേഷൻ പ്രോസസ് ടു ബി അഡോപ്റ്റഡ് ബൈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ റിക്വസ്റ്റ് കൺസൾട്ടേഷൻ ഓഫ് പ്ലൂറാലിറ്റി ഓഫ് ജഡ്ജസ്. ഓക്കെ, സെക്കൻഡ് ജഡ്ജസ് കേസിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ചീഫ് ജസ്റ്റിസിന്റെ റെക്കമെൻഡേഷൻ. ഓക്കെ, അപ്പോൾ ചീഫ് ജസ്റ്റിസ് പ്രസിഡന്റ് ചീഫ് ജസ്റ്റിസുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ കൺസൾട്ടേഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ചീഫ് ജസ്റ്റിസ് ഒരു റെക്കമെൻഡേഷൻ കൊടുക്കും. ആ റെക്കമെൻഡേഷൻ പ്രസിഡന്റ് അംഗീകരിക്കണം, അത് ബൈൻഡിങ് ആണെന്നതാണ് സെക്കൻഡ് ജഡ്ജസ് കേസിൽ.
ദെൻ തേർഡ് ജഡ്ജസ് കേസിൽ പറയുന്നത് ആ കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് പ്രസിഡന്റും അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ മാത്രമായിട്ട് നടത്തേണ്ട ഒരു സംവിധാനമല്ല. എന്ത് വേണം? സുപ്രീം കോടതിയിലെ ജഡ്ജസിന് കൂടെ അതിൽ പങ്കുണ്ട്. ഓക്കെ, അതായത് ചീഫ് ജസ്റ്റിസിന്റെ ഒറ്റയ്ക്കുള്ള അഭിപ്രായമല്ല കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്, മറ്റ് സീനിയർ മോസ്റ്റ് ആയ ജഡ്ജസിന്റെ അഭിപ്രായം കൂടെ പരിഗണിച്ചാണ് ഈ പറയുന്ന റെക്കമെൻഡേഷൻ നടത്തുന്നത്. സോ കൺസൾട്ടേഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ പ്രോസസ്സാണ്. ഓക്കെ, അതായത് എന്താണ്? ഒന്നിലധികം ചീഫ് ജസ്റ്റിസ് ഉണ്ടാവും ആൻഡ് ഒബ്വിയസ്ലി സുപ്രീം കോടതിയിലെ 2 അതിലധികമോ സീനിയർ ജഡ്ജസ് കൂടെ അടങ്ങുന്ന ഒരു പാനലാണ് കൺസൾട്ടേഷൻ പ്രോസസ്സ് നടത്തേണ്ടത്. അല്ലാതെ ചീഫ് ജസ്റ്റിസ് ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞത് തേർഡ് ജഡ്ജസ് കേസ് 1998. അപ്പോൾ ഈ ഇയേഴ്സ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഫസ്റ്റ് ജഡ്ജസ് കേസ് 1982, സെക്കൻഡ് ജഡ്ജസ് കേസ് 1993 ആൻഡ് തേർഡ് ജഡ്ജസ് കേസ് 1998. ദെൻ ഈ NGAC ആക്ട് ഉണ്ട്. സോ ഇതിനെ നമ്മൾ ഫോർത്ത് ജഡ്ജസ് കേസ് എന്നൊക്കെ പറയും. 2015 ഫോർത്ത് ജഡ്ജസ് കേസ് എന്ന് പറഞ്ഞു വരുന്നത്. സോ ഈ NGAC ആക്ട് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു കൊളീജിയം സിസ്റ്റമാണ് എന്ത് നടത്തുന്നത്, ഈ പറയുന്ന ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റ് നടത്തുന്നത് എന്ന് പറഞ്ഞു. സോ നമ്മളുടെ ഗവൺമെന്റ് എന്ത് തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ കൊളീജിയം സിസ്റ്റം വേണ്ട, ഒരു ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ, അതാണ് NGAC എന്ന് പറയുന്നത്, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ആക്ട്. ഓക്കെ, അതാണ് NGAC ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹൈക്കോടതികളിലേക്കും സുപ്രീം കോടതികളിലേക്കും ജഡ്ജസിനെ നിയമിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ കൊണ്ടുവന്ന ആക്ടാണ് NGAC ആക്ട് എന്ന് പറയുന്നത്. അത് വരുന്നത് 99ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ആ ഭരണഘടനാ ഭേദഗതി ശ്രദ്ധിക്കണം, 99th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. അപ്പോൾ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടാണ് NGAC ആക്ട് കൊണ്ടുവരുന്നത്. സോ അതിനുവേണ്ടി ഒരു പുതിയ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷനെ കൊണ്ടുവരികയാണ് ഈ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ സുപ്രീം കോടതിയിൽ അതിന്റെ ഭാഗമായിട്ട് കേസ് പോയി. കാരണം ഇത് തീർച്ചയായിട്ടും ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തെ, പ്രവർത്തന സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ അതിന്റെ സ്വയം ഭരണത്തെ എല്ലാം ബാധിക്കുന്ന ഒരു ആക്ടാണ് നമ്മളുടെ NGAC ആക്ട് എന്ന് പറഞ്ഞാൽ. സുപ്രീം കോടതിയിൽ ധാരാളം കേസുകൾ പോയി. സോ അതുകൊണ്ട് സുപ്രീം കോടതി എന്ത് ചെയ്തു? 99ാം ഭരണഘടനാ ഭേദഗതിയും അതുപോലെ തന്നെ NGAC ആക്ട് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. സോ അതുകൊണ്ട് എന്താണ് വീണ്ടും ഇപ്പം നടക്കുന്നത് പഴയ കൊളീജിയൻ സിസ്റ്റത്തിൽ തന്നെയാണ് അപ്പോയിന്റ്മെന്റ് നടക്കുന്നത്. സോ ഇതിനെയാണ് നമ്മൾ ഫോർത്ത് ജഡ്ജസ് കേസ് എന്ന് പറയുക. ഓക്കെ, 2015 ഫോർത്ത് ജഡ്ജസ് കേസ്. ഇതിൽ ഓർത്തിരിക്കേണ്ടത് NGAC എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജസിനെ നിയമിക്കുന്നതിന് വേണ്ടി സർക്കാർ കൊണ്ടുവന്ന ഒരു പുതിയ കമ്മീഷനാണ് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ. 2014 ആക്ട് നിലവിൽ വന്നത്. ദെൻ 2015 നടന്ന ഫോർത്ത് ജഡ്ജസ് കേസിലൂടെ സുപ്രീം കോടതി എന്ത് ചെയ്യാണ്? ആ ഭരണഘടനാ ഭേദഗതിയെ സ്റ്റക്ക് ഡൗൺ ചെയ്യുകയാണ്. സോ അതിലൂടെ വീണ്ടും നമ്മളുടെ കൊളീജിയൻ സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും ഓപ്പറേറ്റീവായി ഇരിക്കുന്നത്. ദെൻ ജഡ്ജസിന്റെ യോഗ്യതയെക്കുറിച്ച് ഭരണഘടന എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് പരിശോധിക്കാം. ഹി ഷുഡ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. നമ്മൾ നേരത്തെ പ്രസിഡന്റിന്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്. സോ സെയിം ക്വാളിഫിക്കേഷൻ എവിടെ അപ്ലിക്കബിൾ ആണ്? സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. Then മറ്റ് qualifications, he should have been a judge of high court. Okay, he should have been a judge of high court or high courts for 5 years. അതായത് അദ്ദേഹം ഏതെങ്കിലും ഒരു ഹൈക്കോടതിയുടെ അല്ലെങ്കിൽ ഒന്നിലധികം ഹൈക്കോടതികളുടെയൊക്കെ ഒരു ജഡ്ജ് ആയിരുന്നിരിക്കണം 5 വർഷത്തോളം. ഓക്കെ, 5 വർഷമാണ് അതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. Then he should have been an advocate of high court, an advocate of high court for 10 years. See, ഇതെല്ലാം ഓർ ആണ്. ഓക്കെ, സോ ഇതെല്ലാം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള, ഇതെല്ലാം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ആണ്. ഓക്കെ, അതായത് അദ്ദേഹം ഒന്നുമില്ലെങ്കിൽ 5 വർഷത്തിലധികമായി ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിലെ ജഡ്ജ് ആയിരുന്നിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹം 10 വർഷമായി ഹൈക്കോടതിയിലെ അഭിഭാഷകനായിരിക്കണം, അതല്ലെങ്കിൽ അദ്ദേഹം ഒരു ഡിസ്റ്റിങ്വിഷ്ഡ് ജൂറിസ്റ്റ് ആയിരിക്കണം, അതായത് അദ്ദേഹം ഒരു നിയമ വിദഗ്ധനാണ് എന്ന് പ്രസിഡന്റിന് തോന്നണം. ഓക്കെ, സോ ഇതാണ് തീർച്ചയായിട്ടും ഒരു ജഡ്ജിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഭരണഘടന പറയുന്നത്. അപ്പോൾ വളരെ മിനിമൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ മാത്രമേ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നുള്ളൂ. ഫസ്റ്റ്, ഹി ഷുഡ് ബി എ സിറ്റിസൺ, ഒരു ഹൈക്കോടതി ജഡ്ജ് ആയിരുന്നിരിക്കണം 5 വർഷം അതിലധികമായി, അല്ലെങ്കിൽ അദ്ദേഹം 10 വർഷത്തിലധികമായി ഹൈക്കോടതിയിൽ ഒരു ലോയർ ആയിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹം ഒരു എമിനന്റ് ജൂറിസ്റ്റ് അല്ലെങ്കിൽ പ്രഗത്ഭനായ ഒരു നിയമജ്ഞനാണ് എന്ന് ഇന്ത്യൻ പ്രസിഡന്റിന് തോന്നിക്കഴിഞ്ഞാലും അദ്ദേഹത്തെ എന്ത് ചെയ്യാം, നമ്മൾ സുപ്രീം കോടതി ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻസ് ഒക്കെ എന്ന് പറയുന്നത് കുറച്ച് വേഗമായിട്ടുള്ള കാര്യമാണ്. സോ
ഇതിന്റെ മറവിൽ എന്താണ്, തീർച്ചയായിട്ടും താല്പര്യമുള്ളവരേക്കാം അല്ലേ, നമ്മുടെ ജഡ്ജസിന്, സുപ്രീം കോടതിയിലെ ജഡ്ജസിന് താല്പര്യമുള്ളവരെയൊക്കെ വീണ്ടും ജഡ്ജസ് ഒക്കെ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. സോ എന്താണ്, ട്രാൻസ്പെറൻസി കുറവാണ്. അതുകൊണ്ടാണ് കൊളീജിയൻ സിസ്റ്റത്തിന് ബദലായിട്ട് ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ കൊണ്ടുവന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതിനെ കോടതി സ്ട്രക്ക് ഡൗൺ ചെയ്തു. ഇതിനൊരു പ്രധാനപ്പെട്ട ഫാക്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് നോട്ട് പ്രിസ്ക്രൈബ്ഡ് എ മിനിമം ഏജ് ഫോർ അപ്പോയിന്റ്മെന്റ് ഓഫ് ജഡ്ജ് ഇൻ സുപ്രീം കോടതി. അതായത് നമ്മൾ ഗവർണറുടെ കേസ് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ കേസ് പറഞ്ഞതുപോലെയൊന്നും ഒരു മിനിമം ഏജ് സുപ്രീം കോടതി ജഡ്ജ് ആവുന്നതിന് വേണ്ടി ഭരണഘടന നിശ്ചയിച്ചിട്ടില്ല. ഓക്കെ, സോ ഒരു മിനിമം ഏജ് എന്ന് പറയുന്നത് ഇല്ല. സോ ഇത്രയാണ് ജഡ്ജസിന്റെ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ ഓത്ത് ഓർ അഫിർമേഷൻ. സോ എന്താണ്, ഒരു ജഡ്ജിന്റെ സത്യപ്രതിജ്ഞയിൽ എന്തെല്ലാം ഘടകങ്ങൾ അടങ്ങിയിരിക്കും എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. സോ ആരാണ് ജഡ്ജിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക, ആരാണ്, രാഷ്ട്രപതിയാണ്. ഓക്കെ, സോ അത് വൈസ് വേഴ്സയാണ്. രാഷ്ട്രപതിക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സത്യവാചകം ചൊല്ലിക്കൊടുക്കും, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് രാഷ്ട്രപതി സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സോ ഫസ്റ്റ് അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയിൽ വരുന്നത് ട്രൂ ഫെയ്ത്ത് ആൻഡ് അലീജിയൻസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസവും വിധേയത്വവും ഉണ്ടാകും എന്നതാണ് അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയിലെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഭാഗം ടു അപ്ഹോൾഡ് ദ സോവർണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. എന്താണ്, ഇന്ത്യയുടെ അഖണ്ഡതയും അതുപോലെ തന്നെ പരമാധികാരത്തെയും സംരക്ഷിക്കും. ഓക്കെ, ടു അപ്ഹോൾഡ് ദ സോവർണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. To duly and faithfully and to do the best of his ability, knowledge and judgment, perform the duties of the office without fear, favor, affection or will. അതായത് പേടിയോ വിദ്വേഷമോ പ്രീതിയോ പക്ഷഭേദമോ ഒന്നുമില്ലാതെ അദ്ദേഹത്തിൽ നിക്ഷിപ്തമായ ചുമതലകൾ അദ്ദേഹം നിറവേറ്റും എന്നതാണ് അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം. ഓൾസോ ടു അപ്ഹോൾഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ ലൂസ്. നമ്മളുടെ രാജ്യത്തിന്റെ ഭരണഘടനയും അതുപോലെ തന്നെ നിയമങ്ങളെയും അദ്ദേഹം ഉയർത്തിപ്പിടിക്കും. സോ ഇത്രയാണ് ഒരു ഇന്ത്യയിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ സത്യപ്രതിജ്ഞയിൽ വരുന്ന ഘടകങ്ങൾ. ഓക്കെ, ഭരണഘടനയോടുള്ള വിശ്വാസം, കൂറ്, അതുപോലെ തന്നെ രാജ്യത്തിന്റെ അഖണ്ഡതയും പരമാധികാരവും സംരക്ഷിക്കും. അതുപോലെ തന്നെ എന്താണ്, അദ്ദേഹത്തിലെ നിക്ഷിപ്തമായിട്ടുള്ള ചുമതലകൾ പേടിയോ വിദ്വേഷമോ പ്രീതിയോ പക്ഷഭേദമോ കൂടാതെ അദ്ദേഹം നിർവഹിക്കും. ഓൾസോ ഭരണഘടന അല്ലെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും നാട്ടിലെ നിയമങ്ങളും അദ്ദേഹം ഉയർത്തിപ്പിടിക്കും. ദെൻ ടെന്യൂർ ഓഫ് ജഡ്ജസ്. ഓക്കെ, ജഡ്ജസിന്റെ കാലാവധി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാലാവധി ഭരണഘടന നിശ്ചയിച്ചിട്ടില്ല. ബട്ട് 65 years ആയിട്ട് ഒരു ജഡ്ജിന്റെ ഇയർ ക്യാപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് 65 വർഷം അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ 65 year അദ്ദേഹത്തിന് വയസ്സായി കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യണം, റിട്ടയർ ചെയ്യും. Then any question regarding his age is to be determined by such authority and such a manner provided by the parliament. അതായത് പാർലമെന്റ് ആണ് ഇനി അതിൽ എന്തെങ്കിലും ഭേദഗതി വേണമെങ്കിൽ നിർദ്ദേശിക്കേണ്ടത്. അപ്പോൾ 65 വയസ്സാണ് പ്രായപരിധി എന്ന് പറയുന്നത്. Then he can resign his office by writing to the president. എന്താണ്, ഇന്ത്യൻ പ്രസിഡന്റിന് ആണ് അദ്ദേഹം രാജിക്കത്ത് സമർപ്പിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിനെ പുറത്താക്കാനുള്ള പ്രോസസ്സ് എങ്ങനെയാണ്, ഒരു പാർലമെന്റിന്റെ പ്രമേയത്തിലൂടെയുള്ള ഒരു ശുപാർശയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യനെ പുറത്താക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഒക്കെയാണ്. ബട്ട് പ്രസിഡന്റിന് അദ്ദേഹത്തെ അങ്ങനെ ഡിസ്മിസ് ചെയ്യാനൊന്നും പറ്റില്ല. അതിന് എന്തുണ്ട്, ഒരു പാർലമെന്റിൽ ഒരു പ്രോസസ് ഉണ്ട്, ഒരു പ്രക്രിയ ഉണ്ട്. ആ പ്രക്രിയയിലൂടെ കടന്നു പോയിക്കൊണ്ട് പാർലമെന്റിന്റെ ഒരു പൊതുവായ ഒരു റെക്കമെൻഡേഷന്റെ പുറത്ത് മാത്രമേ ജഡ്ജിനെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെക്കുറിച്ച് ജഡ്ജസ് എൻക്വയറി ആക്ടിൽ വിശദമായിട്ട് പറയുന്നുണ്ട്, നമുക്കത് പരിശോധിക്കാം. ഓക്കെ, അപ്പൊ നോക്കൂ, ജഡ്ജിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ഭരണഘടന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് പ്രൂവ്ഡ് മിസ്ബിഹേവിയർ, സ്വഭാവ ദോഷം, അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് നിർവഹിക്കാനുള്ള കഴിവില്ലായ്മ. ഓക്കെ, അപ്പൊ സ്വഭാവ ദൂഷ്യവും അതുപോലെ തന്നെ ഇൻകപ്പാസിറ്റിയുമാണ് ഒരു ജഡ്ജിനെ റിമൂവ് ചെയ്യേണ്ട ഗ്രൗണ്ട് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അപ്പൊ അത് രണ്ടും വളരെ വേഗമായിട്ടുള്ള പ്രൊവിഷനാണ്. ഓക്കെ, ഒരു പ്രോപ്പർ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു ക്ലിയർ കട്ട് ഡെഫിനിഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നില്ല. പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ആൻഡ് ഇൻകപ്പാസിറ്റി മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഒരു ജഡ്ജിനെ റിമൂവ് ചെയ്യുക? ബൈ ആൻ ഓർഡർ ഓഫ് ദ പ്രസിഡന്റ്. ഓക്കെ, ദെൻ പ്രസിഡന്റിന് അങ്ങനെ ഒരു ഓർഡർ ഇഷ്യൂ ആണെങ്കിൽ എന്ത് വേണം? ഓൺലി ആഫ്റ്റർ അഡ്രസ് ബൈ ദ പാർലമെന്റ് ഹാസ് ബീൻ പ്രസന്റഡ് ഇൻ ദ സെയിം സെഷൻ ഫോർ സച്ച് റിമൂവൽ. നമ്മൾ നേരത്തെ പറഞ്ഞു പാർലമെന്റിന്റെ
ഒരു റെക്കമെൻഡേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ആ ഓർഡർ പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ. ദെൻ പാർലമെന്റിൽ അതെങ്ങനെ പാസ്സാവണം? സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാവണം. അതായത് രണ്ട് ഹൗസിലും, രാജ്യസഭയിലും ആ പ്രമേയം പാസ്സാവണം, റെക്കമെൻഡേഷൻ പാസ്സാവണം, അതുപോലെ തന്നെ ലോക്സഭയിലും ആ റെക്കമെൻഡേഷൻ പാസ്സാവണം. നോട്ട് വിത്ത് സിമ്പിൾ മെജോറിറ്റി ബട്ട് വിത്ത് സ്പെഷ്യൽ മെജോറിറ്റി. സോ എന്താണ് സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ? അതായത് ആകെ അംഗങ്ങളുടെ പകുതിയിലധികം 50+1 വേണം. ഓൾസോ ഇതിന്റെ കൂടെ എന്ത് വേണം? ടോട്ടലി പ്രസന്റ് ആയ, ടോട്ടലി പാർലമെന്റിൽ പ്രസന്റ് ആയ വ്യക്തികളുടെ 2/3 ഭൂരിപക്ഷം കൂടെ വേണം. അപ്പൊ ഈ രണ്ട് ക്രൈറ്റീരിയ കൂടെ സാറ്റിസ്ഫൈ ചെയ്താലേ സ്പെഷ്യൽ മെജോറിറ്റി ആവുള്ളൂ. സിമ്പിൾ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫസ്റ്റ് മാത്രം മതി. അതായത് ആകെ അംഗബലത്തിന്റെ പകുതിയിലധികം 500 പേര് ഭരണഘടന നമ്മുടെ ലോക്സഭയിൽ ഉണ്ടെങ്കിൽ 251 പേരെ മതിയാവും. പക്ഷെ ഇവിടെ അതുപോലെ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ 251. ദെൻ അന്നത്തെ സെഷനിൽ എത്ര പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്? 400 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 400ന്റെ 3/2 കൂടെ വേണം. 400ന്റെ 3/2 ഭൂരിപക്ഷവും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് പാസ്സാവുള്ളൂ. അതാണ് സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത്. ദെൻ ജഡ്ജസിന്റെ റിമൂവലിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചും എല്ലാം വിശദമായിട്ട് പറയുന്നത് ജഡ്ജസ് എൻക്വയറി ആക്ടിലാണ്. അത് പാർലമെന്റ് പാസ്സാക്കിയ ഒരു ആക്ട് ആണ്. 1968 ജഡ്ജസ് എൻക്വയറി ആക്ട് വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു പ്രമേയം വരണം. ആ പ്രമേയം എന്ത് വേണം? 100 മെമ്പേഴ്സ് ഒപ്പിടണം. അതായത് ലോക്സഭയിലാണെങ്കിൽ 100 മെമ്പേഴ്സ്, രാജ്യസഭയിലാണെങ്കിൽ 50 മെമ്പേഴ്സ്. അവർ ഒപ്പിട്ട് ഒന്നുകിൽ ലോക്സഭാ സ്പീക്കർക്ക് കൊടുക്കുക. ലോക്സഭയിലാണ് അത് ഇനീഷ്യേറ്റ് ചെയ്യുന്നതെങ്കിൽ ലോക്സഭാ സ്പീക്കർക്ക് അത് കൊടുക്കുക. രാജ്യസഭയിലാണെങ്കിൽ രാജ്യസഭ ചെയർമാൻ. ആരാണ് രാജ്യസഭാ ചെയർമാൻ? നമ്മളുടെ വൈസ് പ്രസിഡന്റ്. സോ 100 മെമ്പേഴ്സ് ഇൻ കേസ് ഓഫ് ലോക്സഭ ആൻഡ് 50 മെമ്പേഴ്സ് ഇൻ കേസ് ഓഫ് രാജ്യസഭ. അവര് ഒപ്പിട്ട ഒരു പ്രമേയം അല്ലെങ്കിൽ ഒരു നോട്ടീസ് ആർക്ക് കൊടുക്കണം? ഒന്നുമില്ലെങ്കിൽ ലോക്സഭാ സ്പീക്കർക്ക് അല്ലെങ്കിൽ രാജ്യസഭാ ചെയർമാന് കൊടുക്കണം. ദെൻ അദ്ദേഹത്തിന് അത് അഡ്മിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിരസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ദെൻ അദ്ദേഹം അഡ്മിറ്റ് ചെയ്തു, അതായത് ഒന്നുമില്ലെങ്കിൽ ലോക്സഭാ സ്പീക്കർ അല്ലെങ്കിൽ രാജ്യസഭാ ചെയർമാൻ അത് അഡ്മിറ്റ് ചെയ്തെങ്കിൽ അദ്ദേഹം എന്ത് പ്രഖ്യാപിക്കണം? ഒരു അന്വേഷണ സമിതിയെ പ്രഖ്യാപിക്കണം. അന്വേഷണ സമിതി എന്ന് പറഞ്ഞാൽ 3 അംഗങ്ങളുള്ള ഒരു അന്വേഷണ സമിതിയാണ്. അവരാണ് ഈ ജഡ്ജിനെതിരെ വന്ന ആരോപണങ്ങളെല്ലാം അന്വേഷിക്കേണ്ടത്. അപ്പൊ അതിലെ അംഗങ്ങൾ ആരൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് അവൈലബിൾ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ മറ്റേതെങ്കിലും ഒരു ജഡ്ജ്. മോസ്റ്റ് പ്രോബബ്ലി സീനിയർ ജഡ്ജസ് ആയിരിക്കും. ഓൾസോ ദ ചീഫ് ജസ്റ്റിസ് ഓഫ് എ ഹൈക്കോർട്ട്. എന്തുകൂടെ വേണം? ഹൈക്കോടതിയിലെ ഒരു ചീഫ് ജസ്റ്റിസ് വേണം. ആൻഡ് എ ഡിസ്റ്റിങ്വിഷ്ഡ് ജൂറിസ്റ്റ്. എന്താണ്? ഒരു പ്രഗത്ഭനായ നിയമജ്ഞനും കൂടെ അടങ്ങുന്ന ഈ 3 അംഗ സമിതിയാണ് ജഡ്ജിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ കുറിച്ചിട്ട് അന്വേഷിക്കുക. ദെൻ ആ കമ്മിറ്റിയുടെ കണ്ടെത്തൽ തീർച്ചയായിട്ടും ഈ ജഡ്ജിന് എന്തുണ്ട്? മിസ്ബിഹേവിയർ ഉണ്ട് അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി. ഈ 2 എണ്ണം അദ്ദേഹത്തിൽ പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ മോഷൻ, അതായത് ഈ 100 പേരും 50 പേരും എല്ലാം സൈൻ ചെയ്ത ഈ മോഷൻ എന്ത് ചെയ്യാം? ഹൗസ് സഭയ്ക്ക് ചർച്ചയ്ക്ക് എടുക്കാം. ദെൻ ചർച്ച അതിനുശേഷം എന്താണ്? അത് സഭയിൽ അവതരിപ്പിക്കപ്പെടും. അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് സ്പെഷ്യൽ മെജോറിറ്റിയിലൂടെ പാസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും? പ്രസിഡന്റിന് ജഡ്ജിനെ റിമൂവ് ചെയ്യാനുള്ള ഓർഡർ പുറപ്പെടുവിപ്പിക്കാം. അപ്പൊ ഇതൊരു വലിയ പ്രോസസ്സാണ്. അത്ര എളുപ്പത്തിലൊന്നും ഒരു ജഡ്ജിനെ ഇംപീച്ച് ചെയ്യാൻ സാധിക്കില്ല. ഇന്ന് വരെ ഇന്ത്യയിൽ അങ്ങനെ ഒരു ജഡ്ജിനെയും ഇംപീച്ച് ചെയ്ത് പുറത്താക്കിയിട്ടുമില്ല. സോ വളരെ കഷ്ടമായ ഒരു പ്രോസസ്സാണ്. കാരണം എൻക്വയറി കമ്മിറ്റിയിൽ വരുന്നതും ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ടും ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ടും ഒക്കെ തന്നെയാണ്. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി അവർക്ക് ഫേവറബിൾ ആയിട്ടായിരിക്കും അത് പറയുക. അപ്പോൾ ജസ്റ്റ് നമുക്ക് പഠിക്കാൻ ഇത്ര മാത്രമേ ഉള്ളൂ. ആക്ട് ജഡ്ജസ് എൻക്വയറി ആക്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ജഡ്ജസിനെ റിമൂവ് ചെയ്യുന്നത്. ദെൻ അതിന്റെ തുടക്കം എന്നുള്ള നിലയ്ക്ക് 100 മെമ്പേഴ്സ് ലോക്സഭയിൽ, അതല്ലെങ്കിൽ രാജ്യസഭയിൽ 50 മെമ്പേഴ്സ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഒരു മോഷൻ വേണം. അത് അവർ ആ സഭയുടെ നാഥന് സ്പീക്കർക്കോ അല്ലെങ്കിൽ രാജ്യസഭ ചെയർപേഴ്സണാണ് സമർപ്പിക്കുക. അവരെന്ത് ചെയ്യും? അവരൊരു അന്വേഷണ സമിതിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അന്വേഷണ സമിതിയിലെ അംഗങ്ങൾ ഇവരെല്ലാമാണ്. ദെൻ അവർ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം. അതിൽ ഈ പറയുന്ന ചാർജസ് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന പ്രമേയം സഭയുടെ പരിഗണനയ്ക്ക് വരുന്നു.
അപ്പോൾ സ്പെഷ്യൽ മെജോറിറ്റിയിൽ അത് പാസ്സാക്കി കഴിഞ്ഞാൽ പ്രസിഡന്റ് എന്ത് ചെയ്യുന്നു? ജഡ്ജിനെ റിമൂവ് ചെയ്യാനുള്ള ഉത്തരവിൽ ഒപ്പുവെക്കുന്നു. ദെൻ സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, ഓക്കെ, അല്ലെങ്കിൽ അധികാര പരിധികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് ഈ പറയുന്ന താഴെ പറയുന്ന ജൂറിസ്ഡിക്ഷൻസ് ആണ് ഉള്ളത്. അത് ഓരോന്നും എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. ഓക്കെ, സുപ്രീം കോടതിക്ക് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. ദെൻ റിറ്റ് ജൂറിസ്ഡിക്ഷൻ, ദെൻ അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ, ദെൻ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ, ദെൻ എ കോർട്ട് ഓഫ് റെക്കോർഡ്, പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ ആൻഡ് അതർ പവേഴ്സ്. ഓക്കെ, സോ ഇതൊക്കെയാണ് സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോന്നും എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. ഫസ്റ്റ് ഈസ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. എന്താണ് സുപ്രീം കോടതിയുടെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ? അതായത് കേന്ദ്രവും ഒരു സംസ്ഥാനവും, അല്ലെങ്കിൽ കേന്ദ്രവും ഒന്നിലധികം സംസ്ഥാനങ്ങളും, അല്ലെങ്കിൽ ഓക്കെ കേന്ദ്രവും കുറച്ച് സംസ്ഥാനങ്ങളും ഒരു വശത്തും മറ്റ് സംസ്ഥാനങ്ങളും മറ്റൊരു വശത്തും, അല്ലെങ്കിൽ എന്താണ് ഒന്നിലധികം സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നത്തിൽ വിധി പറയാനുള്ള സുപ്രീം കോടതിയുടെ അധികാരത്തെയാണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ തർക്കം വന്നു കഴിഞ്ഞാൽ ആ കേസ് പരിഗണിക്കേണ്ടത് ആരാണ്? സുപ്രീം കോടതിയാണ് ആ കേസ് പരിഗണിക്കേണ്ടത്. അതിനെയാണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ സുപ്രീം കോടതിക്ക് എന്തുണ്ട്? ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. ദെൻ റിറ്റ് ജൂറിസ്ഡിക്ഷൻ. ഓക്കെ, സോ എന്താ റിറ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഭരണഘടന എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് മൗലിക അവകാശങ്ങൾ തന്നിട്ടുണ്ട്, അല്ലെ? സോ അതിലെ ഏതെങ്കിലും മൗലിക അവകാശങ്ങൾ നമ്മളുടേത് ലംഘിക്കപ്പെട്ടു എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതികളെ സമീപിക്കാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ കോടതികളെയാണ് നമുക്ക് സമീപിക്കുക? ഒന്നുമില്ലെങ്കിൽ നമുക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം, അല്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാം. ഈ രണ്ട് കോടതികൾക്ക് മാത്രമേ റിട്ട് ജൂറിസ്ഡിക്ഷൻ ഉള്ളൂ. എന്താണ് റിട്ട് ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ? നമ്മളുടെ ഏതെങ്കിലും ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അത് പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് അല്ലെങ്കിൽ കൽപ്പനകളാണ് എന്തെന്ന് പറയുന്നത്? റിട്ട് എന്ന് പറയുന്നത്. അപ്പോൾ റിട്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസരിച്ച് 5 വിധത്തിലുള്ള റിട്ടുകളുണ്ട്. നമുക്ക് പലപ്പോഴും ഇത് കേട്ടിട്ടുണ്ടാവും, ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് പല സിനിമ ഇതിലെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടാവും. സോ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് അന്യായമായ തടവിൽ വയ്ക്കുക, ഓക്കെ, അങ്ങനെയൊക്കെയുള്ള റോങ്ഫുൾ റെസ്ട്രെയിൻറ്റ് അല്ലെങ്കിൽ ഇല്ലീഗൽ കൺഫൈൻമെന്റ്, അങ്ങനെയൊക്കെ വരുന്ന അവസരത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു റിറ്റാണ് ഹേബിയസ് കോർപ്പസ്, അല്ലേ? കാരണം നമ്മളെ സഞ്ചരിക്കാനുള്ള മൗലിക അവകാശം എല്ലാമാണ് അവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ബ്രിങ് ദ ബോഡി എന്നാണ് അർത്ഥം. ശരീരത്തെ ഹാജരാക്കാൻ കോടതിക്ക് എന്താണ്, ഏത് പബ്ലിക് അതോറിറ്റി ആണോ ചെയ്തത് അവരോട് നിർദ്ദേശിക്കാൻ പറ്റും. അതാണ് ഹേബിയസ് കോർപ്പസ് റിട്ട് എന്ന് പറയുന്നത്. നമ്മളത് വിശദമായിട്ട് നമ്മുടെ മൗലിക അവകാശങ്ങളുടെയുമായി ബന്ധപ്പെട്ട ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ദെൻ നെക്സ്റ്റ് ആണ് മാൻഡമസ് റിട്ട്. ഓക്കെ, മാൻഡമസ് റിട്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് കൂടി, അത് ഏത് വേണേലും കോർപ്പറേഷൻ ആവാം, ബോർഡാവാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാവാം, ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു വകുപ്പാകാം, അവരവരുടെ നിയമപരമായ ചുമതലകൾ നിർവഹിക്കാതിരിക്കുന്ന അവസരത്തിൽ ആ ചുമതല നിർവഹിക്കണമെന്ന് പറഞ്ഞ് കോടതി പുറപ്പെടുവിക്കുന്ന കൽപ്പനയോ ഉത്തരവോ ആണ് മാൻഡമസ് റിട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പ്രൊഹിബിഷൻ റിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിയമപരമല്ലാത്ത എന്തെങ്കിലും ഒരു പ്രവർത്തനം ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷൻ ചെയ്യുന്നതിൽ നിന്നും, അല്ലെങ്കിൽ മറ്റ് കോടതികൾ, സുപ്രീം കോടതിക്ക് താഴെയുള്ള കോടതികൾ ചെയ്യുന്നതിൽ നിന്നും അവരെ തടയുന്ന റിറ്റാണ് പ്രൊഹിബിഷൻ. അത് അതിന്റെ ലിറ്ററൽ മീനിങ് തന്നെ ഒന്ന് ഓർത്താൽ മതി. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിരോധിക്കുക, തടയുക എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ തീർച്ചയായിട്ടും നിയമപരമല്ലാത്ത പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മറ്റുള്ള ഗവൺമെന്റ് ബോഡീസ് അല്ലെങ്കിൽ ഏതെങ്കിലും അധികാരികളെല്ലാം ചെയ്യുമ്പോൾ അതിൽ നിന്നും അവരെ തടയുന്ന റിറ്റാണ് പ്രൊഹിബിഷൻ റിറ്റ്. ദെൻ കോവാറന്റോ. ഓക്കെ, കോവാറന്റോ എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് അതോറിറ്റിയോട് അവരെന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ആക്ഷൻ എടുക്കാൻ അവർക്കുള്ള അധികാരം എന്ത് എന്ന് ചോദിക്കുന്ന റിറ്റാണ് കോവാറന്റോ റിറ്റ്, അല്ലെ? ഇപ്പൊ പഞ്ചായത്ത് എവിടെയെങ്കിലും ഒരു കെട്ടിടം പൊളിക്കാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടമയ്ക്ക് തീർച്ചയായിട്ടും ഹൈക്കോടതിയെ സമീപിക്കാം, ഈ ഒരു റിറ്റ് വാങ്ങാം. കോവാറന്റോ റിറ്റ് വേണമെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ പ്രൊഹിബിഷൻ റിറ്റ് വേണമെങ്കിൽ വാങ്ങാം. അപ്പൊ കോവാറന്റോ റിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ആ പബ്ലിക് അതോറിറ്റിയോട് ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ അധികാരം, ഓക്കെ, അല്ലെങ്കിൽ എന്ത് അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനെ ഒരു നടപടി എടുത്തത്, നിങ്ങളുടെ അധികാരം വ്യക്തമാക്കൂ എന്ന് കോടതി ആവശ്യപ്പെടുന്നതാണ് കോവാറന്റോ റിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? തീർച്ചയായിട്ടും ഇപ്പൊ ഒരു ഗവൺമെന്റ് ബോഡിക്ക് അധികാരമില്ലാത്ത ഒരു കാര്യം എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ചെയ്യാൻ സാധിക്കില്ല. കാരണം കോവാറന്റോ റിറ്റ് മൂലം കോടതി എന്താണ്, അവരുടെ അധികാരം ചോദിക്കുകയാണ്. എന്ത് അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒരു പഞ്ചായത്തിനോട് ചോദിക്കാം, ഏത് അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളൊരു കെട്ടിടം പൊളിച്ചു കളഞ്ഞതെന്ന് ചോദിക്കും. പഞ്ചായത്ത് ആൻസറബിൾ ആണ് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ കേരള ബിൽഡിംഗ് റൂൾസിന്റെ അടിസ്ഥാനത്തിലാണോ,
എന്ന് ചോദിക്കും. അപ്പൊ വ്യക്തമായിട്ട് ഒരു അധികാരം എന്തുണ്ട്, പല ഗവൺമെന്റ് ബോഡീസിനും കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അധികാരം എന്താണ്, ദുരുപയോഗം ചെയ്യുന്നതൊക്കെ തടയാൻ ഉപയോഗിക്കുന്നതാണ് ക്വോ വാറന്റോ റിറ്റ് എന്ന് പറയുന്നത്. ദെൻ സെഷ്യൂററി എന്ന് പറഞ്ഞാൽ കോർട്ടിന്റെ സർട്ടിഫിക്കേഷൻ ആണ്. അതായത് സുപ്രീം കോടതിക്ക് അതിന് താഴെയുള്ള ഏത് കോടതികളിലെയും കേസ് അതിലേക്ക്, ഹൈക്കോടതിക്ക് അതിന് താഴെയുള്ള കോടതികളിലെ കേസ് അതിലേക്ക് ഹൈക്കോടതിക്കോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്കോ എടുക്കുന്നതിനുള്ള അവകാശമുണ്ട്. അതാണ് സെഷ്യൂററി റിറ്റിലൂടെ പറയുന്നത്. ഓക്കെ, സോ അതാണ് റിറ്റ് ജൂറിസ്ഡിക്ഷനെ കുറിച്ച് പറയാനുള്ളത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ. ഓക്കെ, അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. സുപ്രീം കോർട്ട് എന്ത് കോർട്ട് കൂടെയാണ്, ഒരു കോർട്ട് ഓഫ് അപ്പീൽ കൂടെയാണ് അല്ലെ. നമ്മൾ ഹൈക്കോടതി വിധിക്കെതിരെ എല്ലാം എവിടെയാണ് അപ്പീൽ പോവുക, സുപ്രീം കോർട്ടിലാണ് നമ്മൾ അപ്പീൽ പോവുക അല്ലെ. സോ ജസ്റ്റ് ആ ഒരു ലോജിക്ക് യൂസ് ചെയ്താൽ മതി. സോ അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ കൂടെ കോടതിക്ക് ഉണ്ട്. ഏതെല്ലാം കാര്യത്തിൽ നമുക്ക് അപ്പീൽ പോകാം, കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റേഴ്സ് ഭരണഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ പോകാം, സിവിൽ തർക്കങ്ങളിൽ പോകാം, ക്രിമിനൽ മാറ്റേഴ്സിൽ പോകാം. ദെൻ അപ്പീൽ ബൈ സ്പെഷ്യൽ ലീവ്. ഓക്കെ, സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല, നമ്മൾ നേരത്തെ സെഷ്യൂററിയൊക്കെ ഡിസ്കസ് ചെയ്ത അതേ കാര്യം തന്നെയാണ്. ഇന്ത്യയിലെ ഏത് കോടതിയിൽ നടക്കുന്ന കേസും സുപ്രീം കോടതിയിലേക്കോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലേക്കോ അതായത് ഹൈക്കോടതിയിലേക്കോ മാറ്റുന്നതിനുള്ള അവകാശമുണ്ട്. അതിനെയാണ് ഈ പറയുന്ന സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ എന്ന് പറയുന്നത്. ദെൻ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. നമ്മൾ ഇത്ര നേരം പഠിച്ച ജൂറിസ്ഡിക്ഷൻ എല്ലാം ബൈൻഡിങ് ആണ്. കാരണം നമ്മൾ ഇത്ര നേരം പഠിച്ച ജൂറിസ്ഡിക്ഷന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചാൽ അത് അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കോടതി ഇലക്ഷൻ നേരിടും. ബട്ട് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അത് പ്രസിഡന്റിന് മാത്രമുള്ള ഒരു എക്സ്ക്ലൂസീവ് പ്രൊവിഷൻ ആണ്. ആർട്ടിക്കിൾ 143 അടിസ്ഥാനത്തിൽ പ്രസിഡന്റിന് ചില കാര്യങ്ങളിൽ വ്യക്തത തേടുന്നതിന് വേണ്ടി സുപ്രീം കോടതിയുടെ ഉപദേശം ചോദിക്കാം. അപ്പൊ അത് ഏതൊക്കെയാണ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ, ഓൺ എനി ക്വസ്റ്റ്യൻ ഓഫ് ലോ ഓർ ഫാക്ട് ഓഫ് പബ്ലിക് ഇമ്പോർട്ടൻസ് വിച്ച് ഹാസ് അറൈസൺ ഓർ വിച്ച് ഈസ് ലൈക്ലി ടു അറൈസ്. ഓക്കെ, പ്രസിഡന്റിന് നിയമപരമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളിലും സുപ്രീം കോടതിയുടെ അഡ്വൈസ് തേടാൻ പറ്റും. ഓൺ അറൈസിംഗ് എനി ഡിസ്പ്യൂട്ട് ഓഫ് പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റി, എഗ്രിമെന്റ്, കവനന്റ്, എൻഗേജ്മെന്റ് ആൻഡ് അതർ സിമിലർ ഇൻസ്ട്രുമെന്റ്. അതായത് ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പുള്ള കരാറുകൾ, കവനന്റുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ സാധിക്കും, പ്രസിഡന്റിന് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഉപയോഗിച്ച് സുപ്രീം കോടതിയോട് ഉപദേശം തേടാം. അങ്ങനെ സുപ്രീം കോടതി ഉപദേശം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ ഉപദേശം എന്താണ്, ബൈൻഡിങ് അല്ല. പ്രസിഡന്റിന് ആ ഉപദേശം സ്വീകരിക്കുകയോ അത് തള്ളിക്കളയുകയോ ചെയ്യും. ഓൾസോ സുപ്രീം കോടതിയുടെ മറ്റൊരു അധികാരമാണ് എ കോർട്ട് ഓഫ് റെക്കോർഡ് അല്ലെ. കാരണം എന്താ, സുപ്രീം കോടതിയുടെ വിധികൾ എന്ന് പറയുന്നത് രാജ്യത്തെ ഒരു നിയമം പോലെയോ അല്ലെങ്കിൽ നിയമത്തിന്റെ എഫക്റ്റ് ഉള്ളതാണ്. നമ്മൾ പലപ്പോഴും കോടതി വിചാരണകളെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടിവിയിലെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കേൾക്കുന്ന കാര്യമാണ്, നമ്മളുടെ വക്കീലന്മാരെല്ലാം മുൻ വർഷങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വർഷങ്ങളിൽ സുപ്രീം കോടതി വിധികളൊക്കെ ഉദ്ധരിക്കാറുണ്ട്. 1985 ഒരു വിധി മൂലം സുപ്രീം കോടതി ഇത് തടഞ്ഞിട്ടുണ്ട് എന്നെല്ലാം പറയാം. അപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു വിധി എന്ന് പറയുന്നത് രാജ്യത്ത് പ്രാബല്യമുള്ള ഒരു നിയമമാണ്. അപ്പൊ സുപ്രീം കോടതിയുടെ കീഴ്വഴക്കങ്ങള്, വിധികള് എല്ലാം ഇന്ത്യയിലെ മറ്റേത് കോടതികളിലും എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്, പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള വാദങ്ങളെല്ലാം അവതരിപ്പിക്കാം. ഇപ്പൊ നമ്മളുടെ വധശിക്ഷയ്ക്കെതിരെ, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഹൈക്കോടതിയിലേക്ക് ഏതെങ്കിലും ഒരു വധശിക്ഷയ്ക്കെതിരെയൊക്കെ പ്രതിഭാഗം പോകുന്ന സമയത്ത് അവർ തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ സുപ്രധാനമായ പല വിധികളും ഇന്ന് നടന്ന അല്ലെങ്കിൽ അന്ന് നടന്ന 1978 ഇന്ന കേസിലൂടെ അങ്ങനെ വധശിക്ഷ വിധിക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് എന്നെല്ലാം പറയാൻ സാധിക്കും. അപ്പോൾ സുപ്രീം കോടതിയുടെ കീഴ്വഴക്കങ്ങളും വിധികളും എല്ലാം നാട്ടിലെ നിയമം കൂടെയാണ്. സോ അതുകൊണ്ടാണ് കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് പണിഷ് ചെയ്യാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. ഹൈക്കോടതിക്കുള്ള ഒരു അധികാരമാണ്. ഒന്നുമില്ലെങ്കിൽ 6 മാസം തടവ്, അല്ലെങ്കിൽ 2000 രൂപ പിഴ, അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച്. ഓക്കെ, ഇപ്പൊ പ്രശാന്ത് ഭൂഷൺ എല്ലാം അങ്ങനെ ഒരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഫേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു കറണ്ട് അഫയേഴ്സ് സെക്ഷൻ കൂടെയാണ്. ദെൻ പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ. എന്താണ് ജുഡീഷ്യൽ റിവ്യൂവിനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. അതായത് നമ്മുടെ സംസ്ഥാനമോ കേന്ദ്രമോ പാസ്സാക്കുന്ന നിയമങ്ങള്, നിയന്ത്രണങ്ങള്, ചട്ടങ്ങള് എന്തും സുപ്രീം കോടതിക്ക് പരിശോധിക്കാം. ഓക്കെ, അതൊക്കെ ഭരണഘടനയ്ക്ക് അനുസരിച്ചാണോ നീങ്ങുന്നത്, അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ അതിലുണ്ടോ എന്ന് സുപ്രീം കോടതിക്ക് പരിശോധിക്കാം. ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അത് റദ്ദ് ചെയ്യാൻ കൂടെ സാധിക്കും. സോ ജുഡീഷ്യൽ റിവ്യൂ ഒരു അധികാരമാണ്. അതിന് മറ്റനവധി അധികാരമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് it decides the dispute regarding the election of president and vice president. ഓക്കെ, അതായത് പ്രസിഡന്റിന്റെയും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റിന്റെയും ഇലക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ തർക്കങ്ങളിലും തീരുമാനം എടുക്കേണ്ടത് ആരാണ്, സുപ്രീം കോടതിയാണ്. It inquires into the conduct and behavior of chairman and members.
അതായത് പല പബ്ലിക് സർവീസ് കമ്മീഷൻ, ഇപ്പോൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കമ്മീഷനുകളുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം കണ്ടക്ട്, അവരുടെ എല്ലാം പ്രവർത്തനവും ഇതുമെല്ലാം അന്വേഷിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. ദെൻ എന്താണ്, സ്വന്തം ജഡ്ജ്മെന്റ് തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും, സുപ്രീം കോടതിക്ക് റിവ്യൂ ചെയ്യാം, അല്ലേ? ഇപ്പോൾ നമ്മൾ പല എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമ്മളുടെ സുവർഗാനു രാഗം എല്ലാം ക്രിമിനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെ, ഒരു കാലത്ത്. അത് സുപ്രീം കോടതി പല വിധികളിലൂടെ ശരിവെച്ചതുമാണ്. പക്ഷേ റീസെന്റ് ആയിട്ട് വന്ന വിധികളിലൂടെ സുപ്രീം കോടതി എന്താണ്, അതിന്റെ മുൻ വിധി പ്രസ്താവന തന്നെ തിരുത്തിയിരിക്കുകയാണ്. അപ്പോൾ സുപ്രീം കോടതിക്ക് എന്ത് കൂടെ അധികാരമുണ്ട്, സ്വന്തം വിധികൾ പരിഷ്കരിക്കുന്നതിനും അത് മാറ്റുന്നതിനും എല്ലാമുള്ള അധികാരം സുപ്രീം കോടതിക്ക് ഉണ്ട്. അപ്പോൾ ഏറ്റവും റീസെന്റ് ആയ വിധി എന്താണോ അതാണ് നിലനിൽക്കുന്നത്. അതിനു മുമ്പുള്ള വിധിയൊന്നും നമുക്ക് കോർട്ട് ഓഫ് റെക്കോർഡ് പ്രകാരം പ്രസന്റ് ചെയ്യാൻ സാധിക്കില്ല. ദെൻ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട പ്രധാന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ ആർട്ടിക്കിൾസ് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യുക. 124 ആർട്ടിക്കിൾ 124 എന്തിനെ കുറിച്ചാണ് പറയുന്നത്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രീം കോർട്ട്. സുപ്രീം കോടതിയുടെ രൂപീകരണത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 124. ദെൻ 124 ഇമ്പോർട്ടന്റ് ആവാൻ കാരണം അതാണ് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ. നമ്മൾ ആക്ട് 2014 പക്ഷെ നമ്മൾ പറഞ്ഞു ഒരു 99ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു. ആ 99ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അവതരിപ്പിക്കപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 124A. ദെൻ ആർട്ടിക്കിൾ 129 അനുസരിച്ചാണ് സുപ്രീം കോർട്ട് ടു ബി കോർട്ട് ഓഫ് റെക്കോർഡ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു എന്താണ് സുപ്രീം കോടതിയുടെ വിധികള്, കീഴ്വഴക്കങ്ങള്, ചട്ടങ്ങളെല്ലാം രാജ്യത്ത് നിലവിലുള്ള നിയമം പോലെ തന്നെയാണ്. അപ്പൊ അതിനുള്ള ഭരണഘടനാപരമായ അധികാരം വരുന്നത് ആർട്ടിക്കിൾ 129 നിന്നാണ്. ദെൻ ആർട്ടിക്കിൾ 131 എന്തിനെ കുറിച്ച് പറയുന്നുണ്ട്, സുപ്രീം കോടതിയുടെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷനെ കുറിച്ച് പറയുന്നു. നമ്മൾ എന്ത് പറഞ്ഞു, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്താണ്, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം, സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള തർക്കം, സംസ്ഥാനവും കേന്ദ്രവും മറ്റു സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കം, അതിലെല്ലാം അന്തിമ വിധി പ്രസ്താവിക്കാനുള്ള അധികാരം ആണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. അത് നൽകുന്ന പ്രൊവിഷൻ ആർട്ടിക്കിൾ 131. ദെൻ ആർട്ടിക്കിൾ 136 സ്പെഷ്യൽ ലീവ് അപ്പീൽ ബൈ ദ സുപ്രീം കോർട്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ. ദെൻ ആർട്ടിക്കിൾ 134 എന്താണ്, അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ. സുപ്രീം കോടതിയുടെ ക്രിമിനൽ മാറ്റേഴ്സിലുള്ള അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 133 എന്താണ് പറയുന്നത്, സിവിൽ മാറ്റേഴ്സിലുള്ള അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷനെ കുറിച്ചാണ് പറയുന്നത്. സോ ഇത്രയാണ് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട പ്രധാന ആർട്ടിക്കിൾസും ആൻഡ് പ്രൊസീജിയേഴ്സ്. സോ എല്ലാവർക്കും ഇന്നെടുത്ത് നമ്മളുടെ സുപ്രീം കോർട്ട് എന്ന ടോപ്പിക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ദെൻ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. എല്ലാവരും ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്ന അൺഅക്കാഡമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ എൻ്റെ സബ്സ്ക്രിപ്ഷൻ കോഡായ Arun01 ഇത് നിങ്ങൾ അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന വേളയിൽ ഒന്ന് ജസ്റ്റ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഒരു 10% ഓഫ് കൂടെ കിട്ടും. സോ താങ്ക് യു ഫ്രണ്ട്സ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. ഹാവ് എ നൈസ് ഡേ.